ദിദി കിടക്കുന്ന ഈ വെളുവെളുത്ത സാധനങ്ങളെയാണ് ഞാൻ ആ ബബിൾ റാപ്പർ പോലെ ഞെക്കി പൊട്ടിച്ചത്. ശരിക്കും അതേ ഒരു സൗണ്ട് തന്നെയാണ് ഇത് പൊട്ടിക്കുമ്പോൾ നമുക്ക് കിട്ടുക. ഇതെന്തോ മീനുകളുടെ വായുവറ അങ്ങനെ എന്തോയാണ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത്. നോർമൽ നമ്മുടെ കടലിലെ മീനുകളുടെ അല്ലത് അതിനുണ്ടാവുമായിരിക്കും. ഇത് ഈ പുഴ മീനുകളുണ്ടല്ലോ, ഇതേ കണ്ടില്ലേ. ശരിക്കും ഇത് കണ്ടപ്പോൾ എനിക്ക് മറ്റേ ശിവൻ്റെ കഴുത്തിലെ പാമ്പാട്ടോ ഓർമ്മ വന്നത്. പിന്നെ ചെസ് നമ്പർ 2 എന്ന് പറയുന്നത് നമ്മുടെ കോലാനാണ്. പേര് പോലെ തന്നെ ഒരു കോല് പോലത്തെ ഒരു എന്താ ഇതിൻ്റെ ചുണ്ടാണോ മൂക്കാണോ എന്താണെന്ന് അറിയില്ല, കൂർത്ത് നിൽക്കുന്ന ഒരു സാധനമുണ്ട്. അതിൻ്റെ അറ്റത്താണെങ്കിൽ അതെ നമ്മുടെ സോ ഇല്ലേ, ആ സോവിലുള്ള പോലെ തന്നെ മുള്ളുകളും ഉണ്ട്, അതായത് എന്താ വാള് അതും ഉണ്ട്. പിന്നെ അടുത്ത ഐറ്റത്തിൻ്റെ പേരിലാണ് കൺഫ്യൂഷൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ഞാനൊരു കുഞ്ഞൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ ഞാനിങ്ങനെ ക്യാപ്ഷനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് മുഷിയാണോ എന്നുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. കുറച്ച് പേര് പറയുന്നത് മൂശിയാണ് എന്നും പറയുന്നുണ്ട്. പിന്നെ അമ്മായിയാണെങ്കിലും പറഞ്ഞു അല്ല ഇത് വാളയാണ്, തൊണ്ണൻ വാളയോ അതോ പുഴവാളയോ അങ്ങനെ എന്തോ ഇതായിട്ട് പറഞ്ഞു. പിന്നെ ഇത് ഈ കല്ലുത്തി എന്ന് പറയുന്ന മീനാണ്. അത് നന്നാക്കിയതുണ്ട് നന്നാക്കാത്ത രൂപമാണ് അത്. ആഹാ, എന്ത് രസമുള്ള ASMR വോയിസ് എന്ന് നിങ്ങളിങ്ങനെ വിചാരിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അത്ര രസമൊന്നുമില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇതിങ്ങനെ കല്ലിലിട്ടിട്ട് ഉരച്ച് നോക്കുന്നത്. അല്ലാണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കയ്യുമ്മ ഫസ്റ്റ് മുള്ളു കുത്തി എങ്ങനെ പിടിച്ച് ഉരയ്ക്കണം എന്നുള്ളതായിട്ട് അറിയില്ലല്ലോ. ഞാനിത് പൊതുവേ ചെയ്യാറ് എങ്ങനെയാണെന്ന് വെച്ചാൽ വെണ്ണീർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അതിലൊന്ന് പെരട്ടി ഇതാക്കി എടുക്കും, അങ്ങനെ ചെയ്യും. അപ്പോഴാണ് ഇത് കല്ലിൽ ഉരച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇതാന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊന്ന് ഉരച്ച് നോക്കിയതാണ്. ആദ്യം ഇത് എങ്ങനെ പിടിക്കണം എന്നുള്ളൊരു വായൊന്നും എനിക്ക് കിട്ടിയില്ല. പിന്നെ എന്നോട് ഇങ്ങനെ വെർട്ടിക്കലായിട്ട് ചെയ്ത് നോക്കാൻ ഏട്ടൻ പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇതായിട്ട് പറ്റി. പിന്നെ അങ്ങനെ എക്സ്പേർട്ടായിട്ടുള്ള വീഡിയോ ആണ് നിങ്ങളാ ഫസ്റ്റ് ഉരയ്ക്കുന്ന ASMR ആയിട്ട് കേട്ടിട്ടുള്ളത്. ഇനി ഇതെന്തിനാണ് ഇങ്ങനെ വെണ്ണീറിട്ട് ഉരയ്ക്കണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വഴുവഴുപ്പായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കിത് വൃത്തിയാക്കുമ്പോൾ നല്ല കൈ മുറിയാനും ജസ്റ്റ് ഇങ്ങനെ തെന്നി അങ്ങോട്ട് കയ്യിൽ നിന്ന് പോകും. അപ്പോൾ നമ്മൾ ഈ വെണ്ണീറിട്ടിട്ടാണ് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഈ വെണ്ണീറിട്ടതിന് ശേഷം നമ്മളൊന്ന് കഴുകിയെടുത്തിട്ട് കല്ലുപ്പിലും കൂടി ഒന്ന് ആക്കിയിട്ട് ആവുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അതിനെ മുറിച്ചെടുക്കാൻ നമുക്ക് പറ്റും. ഇത് റെഡിമെയ്ഡ് കല്ലായതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല, ഇതിൻ്റെ ആ ചെകിളകളൊക്കെ പോവാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് നമ്മുടെ നോർമൽ നല്ല കല്ലൊക്കെ ആണെങ്കിൽ ഈസി ആയിട്ടും പോകാൻ പറ്റും. ഇതിപ്പോൾ വെണ്ണീർ വരുമ്പോൾ ചാരം കേട്ടോ, ചാര മാഷ് അങ്ങനെയൊക്കെ പറയും. നമ്മൾ ഈ തീ കത്തിച്ച് കിട്ടുന്ന ആ സംഭവമില്ലേ അത് തന്നെ. അതിട്ട് കഴുകിയതിന് ശേഷമുള്ള രൂപമാണിത്. ഉപ്പും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ടുണ്ട്. ഇപ്പോഴും മറ്റേ കുറുക്കൻ ചത്താലും കണ്ണ് കോഴിക്കൂട്ടിൽ എന്ന് പറയുന്ന പോലെ തന്നെ എനിക്കിത് മൊത്തം പൊട്ടിച്ച് തീർക്കാനാണ് എൻ്റെ ഒരു ധൃതി എന്ന് പറയുന്നത്. കുറച്ച് ചീത്ത കേട്ടെങ്കിൽ ഞാൻ അതിരുന്ന് പൊട്ടിച്ച് തീർക്കുക തന്നെ ചെയ്തു. അപ്പോഴെനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ വന്നുള്ളൂ. പിന്നെ ഈ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ക്രാബിൻ്റെ കണ്ടിട്ടുണ്ടാവില്ലേ, തലയിലിടുന്ന ക്രാബ്, ആ ഒരു ചെറുത് വരും വലുത് വരും, അപ്പോൾ ഒരു മ്യൂസിക് വരില്ലേ, അതുപോലെ എടുക്കാൻ വേണ്ടി ഞാൻ എടുത്തതാണ്. പക്ഷെ പണി പാളിപ്പോയി.